ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഡ്വക്കേറ്റ് രാജി രാജു. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന മനഃശാസ്ത്ര ശാഖയിലെ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരാശയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നതിന് മുൻപ് വൈകാരിക ഭാഷയിലൂടെയാണ് അതിൻ്റെ മാതാപിതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും. കുഞ്ഞിന് വിശക്കുമ്പോൾ അത് കരയും. അമ്മ ഓടി വന്ന് അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ച് പാല് കൊടുക്കും. അപ്പോൾ അമ്മയുടെ സ്നേഹവും പരിഗണനയും അതോടൊപ്പം അവൻ്റെ വിശപ്പ് എന്നുള്ള ആവശ്യവും അവിടെ നിറവേറ്റപ്പെടുകയാണ്. ഇതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും ചൂട്, തണുപ്പ് ഇതൊക്കെ അധികമാകുമ്പോഴും എല്ലാം അവൻ ഈ രീതിയിലാണ് അവൻ്റെ ആശയവിനിമയം നടത്തുന്നതും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. നല്ല കാര്യങ്ങൾ നമ്മൾ വളരെ മൃദുവായിട്ടാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത്, വളരെ ശാന്തമായിട്ട് നമ്മൾ പറയും. പക്ഷേ നോകൾ അഥവാ അരുതുകൾ വളരെ ശക്തമായ ഭാഷയിലായിരിക്കും നമ്മൾ പറയുന്നത്. ഭാഷ ശക്തമായിരിക്കും, അതോടൊപ്പം നമ്മൾ ആംഗ്യവിക്ഷേപങ്ങളും ഉണ്ടാവും. നീ അത് ചെയ്യരുത്, അങ്ങോട്ട് പോവരുത് തുടങ്ങി. ഇങ്ങനെയുള്ള ഈ ശക്തമായ അരുതുകൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വിലക്കുകളായിട്ട് അവരത് സ്വാംശീകരിക്കും. കുട്ടികൾ വളരുന്നതോടൊപ്പം ഈ വിലക്കുകൾ മാറിപ്പോവേണ്ടതാണ്. പക്ഷേ പലരും ആ വിലക്കുകൾ കളയാതെ ഉള്ളിൽ അപ്പോഴും അത് ദൃഢമായിക്കൊണ്ടിരിക്കും. ഇത് അവരുടെ പിൽക്കാല ജീവിതത്തെ വളരെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. നെഗറ്റീവ്സിന് വളരെ ശക്തി കൂടുതലാണ്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മളോട് ആളുകൾ പറഞ്ഞാൽ നമ്മളത് ഒരിക്കലും മറക്കില്ല. അതേസമയം ഒരു നല്ല കാര്യം പറഞ്ഞാൽ നമ്മളങ്ങ് മറന്നു പോവുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് വിലക്ക് കിട്ടി. മുതിർന്നു കഴിഞ്ഞതിന് ശേഷം, ശാരീരികവും മാനസികവുമായി വളർന്നതിന് ശേഷം വീണ്ടും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ആനയെ പോലെയാണ്. ആന കുഞ്ഞായിരിക്കുമ്പോൾ അതിനൊരു ചങ്ങലയിട്ടതിനെ തളച്ചിടുന്നു. അത് വളർന്നു വലിയൊരു മൃഗമായി കഴിഞ്ഞിട്ടും ഒരു കൂച്ചുവിലങ്ങിലാണ് ആനയെ നിയന്ത്രിക്കുന്നത്. ഒരു തോട്ടിയും ഒരു കൂച്ചുവിലങ്ങും. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല. അത് ഒരൊറ്റ വലി വലിച്ചാൽ ഈ ചങ്ങലയെല്ലാം പൊട്ടിച്ചു പോകാൻ കഴിയും എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ. പക്ഷേ മൃഗങ്ങളെക്കാൾ മനുഷ്യനുള്ള വ്യത്യാസം അവന് ചിന്താശക്തിയുണ്ട്. ചിന്തിച്ച് മാറ്റങ്ങൾ വരുത്താം. ടിയയുടെ ശക്തിയും അതാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്. നമുക്ക് മാറ്റങ്ങൾ വരുത്തി ജീവിതം സന്തോഷപ്രദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിലക്കുകൾ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ? ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നില്ല. കൺഫ്യൂഷൻ വരുന്നു. എന്നും രോഗിയായിരുന്ന ആളുകളുടെ പരിഗണന, സ്നേഹം നേടാൻ നമ്മൾ ശ്രമിക്കും. മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാൻ നമുക്ക് സാധിക്കില്ല. നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് തുടരുന്നതിന് നമുക്ക് സാധ്യമാവുന്നില്ല. ഇങ്ങനെ നമ്മളെ ഒട്ടേറെ പുറകോട്ട് വലിക്കുന്ന കാര്യമാണ് ഈ വിലക്കുകൾ. ഈ വിലക്കുകളെ പറ്റി വിനിമയ അപഗ്രഥന പണ്ഡിതർ ഈ വിലക്കുകളെ പറ്റി 2 വിനിമയ അപഗ്രഥന ദമ്പതികൾ പഠനം നടത്തി. അതിൽ നിന്ന് അവർ 12ഓളം വിലക്കുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലെ ഓരോ വിലക്കുകളായിട്ട് ഞാനിവിടെ ഇന്ന് സംസാരിക്കുകയാണ്. ആ വിലക്ക് എന്താണെന്നും ആ വിലക്കുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്നും ആ വിലക്കുള്ളവർ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതെങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നുമാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ വിലക്ക്, അരുത് ജീവിച്ചിരിക്കരുത്. ഡോണ്ട് എക്സിസ്റ്റ്. മാതാപിതാക്കൾ ആഗ്രഹിച്ച സമയത്തല്ല കുഞ്ഞിൻ്റെ ജനനമെങ്കിൽ, ആൺകുട്ടിയെ ഒരുപാട് ആഗ്രഹിച്ച് കുടുംബത്തിലൊരു പെൺകുഞ്ഞ് ജനിച്ചാൽ, തിരിച്ച് പെൺകുഞ്ഞിനെ അതിയായി ആഗ്രഹിച്ചിട്ടൊരു ആൺകുഞ്ഞ് ജനിച്ചാൽ, പ്രസവ സമയത്ത് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായാൽ, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ വീട്ടിലെ ആളുകളുടെ പെരുമാറ്റത്തിലുള്ള ഒരു അപാകത കുഞ്ഞിന് ഫീൽ ചെയ്യും. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ സുഖസുഷുപ്തിയിൽ വളർന്നു ഇരുന്ന കുഞ്ഞ് അത് ഭൂമിയിലേക്ക് വരുന്നു. അതിന് വേണ്ടത്ര ശ്രദ്ധയും സ്നേഹവും പരിചരണവും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനൊരുതരം അരക്ഷിതാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ആ സ്നേഹവും പരിലാളനയും കിട്ടാതെ വരുമ്പോൾ അതിന് മനസ്സിൽ കിട്ടുന്ന ഒരു സന്ദേശം,
അതിന് ഉള്ളിലുണ്ടാക്കുന്ന ഒരു സന്ദേശം, എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും സ്നേഹമില്ല, എൻ്റെ മരണമാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. കുഞ്ഞു വളരുന്നതോടൊപ്പം ഈ വിലക്കും ദൃഢമായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വിലക്കുള്ളവർ, ഈ അരുത ജീവിച്ചിരിക്കരുത് എന്ന വിലക്കുള്ളവർ, അവരുടെ ജീവിത നിലപാട് എന്നെയും കൊള്ളില്ല, നിങ്ങളെയും കൊള്ളില്ല, ഞാനും ശരിയല്ല, നിങ്ങളും ശരിയല്ല. ഇവർ ഈ വിലക്ക് പ്രാവർത്തികമാക്കുന്നത് പല രീതികളിലാണ്. ചിലർ വൈകാരിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ചിലർ അമിത മദ്യപാനം, ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്നിവയിലൂടെ പതിയെ പതിയെ മരണത്തെ പുൽകുന്നു. ഇവർക്ക് അകാല മരണം ഉണ്ടാകുന്നു. അപ്പം എങ്ങനെയെങ്കിലും മരണത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തി, അമിത വേഗതയിൽ വണ്ടി ഓടിക്കുക, അങ്ങനെ മരണത്തിലേക്ക് ഇവർ നടന്നെടുക്കുന്നു. ഈ വിലക്ക് ഉള്ളവർക്ക് ചെറുപ്പത്തിൽ കിട്ടാതെ പോയ സ്നേഹവാത്സല്യങ്ങളും പരിഗണനയും അംഗീകാരവും വീണ്ടും ലഭിക്കണം. സ്നേഹവും പരിഗണനയും മറ്റുള്ളവർ കൊടുക്കുക, പക്ഷേ അംഗീകാരം ലഭിക്കണമെങ്കിൽ സ്വയമായി കാര്യങ്ങൾ ചെയ്യുക, കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുക. അതിൽ വിജയിക്കുമ്പോഴാണ് ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നത്. സ്വയം നമുക്കൊരു കോൺഫിഡൻസ്, ഒരു അംഗീകാരം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഈ വിലക്കുകൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ചിന്തിച്ചെങ്കിൽ ഇനിയും നിങ്ങൾക്ക് തിരുത്താം. അവർക്ക് നിർലോഭമായ സ്നേഹവും പരിഗണനയും അംഗീകാരവും കുടുംബത്ത് നൽകുക. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ വീണ്ടും അടുത്ത ഒരു വിലക്കും കൂടെ സ്വാംശീകരിക്കുന്നുണ്ട്. അരുത്, ആരുമായി ബന്ധപ്പെടരുത്, ഡോണ്ട് ബിലോങ്. കുടുംബത്തിൽ കുഞ്ഞിന് വേണ്ടത്ര സ്വീകാര്യത ലഭിക്കണം. ചിലപ്പോഴും പ്രസവത്തെ തുടർന്ന് അമ്മയുടെ രോഗം കൊണ്ടോ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുടുംബത്തിൽ എന്തെങ്കിലും കടബാധ്യതയോ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവങ്ങളോ ആരുടെയെങ്കിലും കുടുംബാംഗങ്ങളുടെ അകാല മരണമോ ഒക്കെ ഉണ്ടായാൽ അത് മുതിർന്നവരിലൂടെ ആ നെഗറ്റിവിറ്റി കുഞ്ഞിലേക്ക് പ്രവഹിക്കും. അവൻ ഈ വിലക്കും സ്വാംശീകരിക്കും. ആരുമായിട്ടും ബന്ധപ്പെടരുത്, ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇങ്ങനെയുള്ളവരുടെ കുടുംബജീവിതം അത്ര സുഗമമായിരിക്കില്ല. അവർ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിടങ്ങളിലോ അവർക്ക് മാനസികമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരെന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് എങ്ങനെയും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കും. സാമൂഹിക ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന ഈ വിലക്ക് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. സ്നേഹവും പരിഗണനയും കുഞ്ഞുനാളിൽ കിട്ടാത്തത് മുതിർന്ന ശേഷവും നമ്മൾ നൽകണം. അപ്പോൾ നമുക്ക് സ്നേഹവും പരിഗണനയും മറ്റുള്ളവർക്ക് നൽകാനുമാവും, അതുപോലെ അംഗീകാരം നമുക്ക് സ്വയം നേടിയെടുക്കാനാണ്. എന്തെങ്കിലും ചെയ്താലേ എന്തെങ്കിലും കിട്ടൂ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ഓരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് സ്നേഹവും പരിഗണനയും അംഗീകാരവും നേടിയെടുക്കുക. അപ്പോൾ ഈ വിലക്ക് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളിലുണ്ടോ, നിങ്ങൾ കൊടുക്കുന്നുണ്ടോ. ഇനി അടുത്ത വിലക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഡ്വക്കേറ്റ് രാജി രാജു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നമ്മുടെ ജീവിതത്തെ മോശമായി ബാധിക്കുന്ന 2 വിലക്കുകളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് അടുത്ത ഒരു വിലക്കിനെ പറ്റി പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വിലക്ക് കാണണമെന്നുള്ളവർ ആദ്യത്തെ എപ്പിസോഡ് ദയവായി കാണുക. ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന വിലക്ക്, ഡോണ്ട് ബി യു, ഡോണ്ട് ബി ദ സെക്സ് യു ആർ. അരുത്, നീ ആയിരിക്കരുത്. കുടുംബത്തിൽ ആൺകുട്ടിയെ വളരെയേറെ ആഗ്രഹിച്ചിട്ട് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ, ഇപ്പം എല്ലാവരും ആദ്യത്തെ കുഞ്ഞാണോ പെണ്ണോ അതാർക്കും യാതൊരു ആഗ്രഹങ്ങളും മിക്കവാറും കാണുകയില്ല. അതേസമയം 2 പെൺകുട്ടികൾക്ക് ശേഷം ഒരാൺകുട്ടിയെ ന്യായമായിട്ടും പേരൻസ് ആഗ്രഹിക്കും. ആ സമയത്ത് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ പുറമേക്ക് ആൾക്കാർ പറയും, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കുഴപ്പമില്ല, ആരോഗ്യമുള്ള കുട്ടിയായിരിക്കണം എന്നേ ഉള്ളൂ എന്ന് പറയുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിരാശ, ഒരു ഇച്ഛാഭംഗം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അപ്പോൾ ആൺകുഞ്ഞിന് പകരം പെൺകുഞ്ഞ് ജനിച്ചു, പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? അവർ ചെയ്യുന്നത് എന്താ? ഈ പെൺകുഞ്ഞിനെ
ഒരു ആൺകുഞ്ഞിനെ പോലെ വളർത്തും. ആൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ആൺകുട്ടികളുടെ സ്വഭാവങ്ങളൊക്കെ കാണാൻ അവരെ പ്രേരിപ്പിച്ച് ആ രീതിയിൽ വളർത്തും. അങ്ങനെ അത് പെൺകുട്ടി ആൺകുട്ടിയെ പോലെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കും. അപ്പോൾ കുട്ടി സ്വാംശീകരിക്കും, ഞാനായിരിക്കുന്നത് അവർക്കിഷ്ടമല്ല, ഞാൻ പെൺകുട്ടിയായിരിക്കുന്നതല്ല ഇഷ്ടം, ഞാനൊരു ആൺകുട്ടിയായിരിക്കുന്നതാണ് അവർക്കിഷ്ടം. കുട്ടി അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പെണ്ണായിരിക്കരുത് എന്നൊരു സന്ദേശമാണ് അവൾക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ തിരിച്ചു, ഒരു പെൺകുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു ആൺകുട്ടി ജനിക്കുന്നുവെങ്കിൽ, നമ്മൾ ലാൽ ജോസിൻ്റെ ഒരു സിനിമ ഇറങ്ങി, ചാന്ത് പൊട്ട്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ തീം പറയുന്നുണ്ട്. കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാൻ മുത്തശ്ശിക്കൊരു പെൺകുഞ്ഞിനെ വേണം. മുത്തശ്ശി ഒരുപാട് ആഗ്രഹിച്ചൊരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നെങ്കിലും അപ്പോൾ കുടുംബത്തിൽ ജനിച്ചതൊരു ആൺകുഞ്ഞ്. പിന്നെ മുത്തശ്ശിക്ക് ആകെ വിഷമമായി എങ്കിലും ആൺകുട്ടിയെ പെൺകുഞ്ഞിനെ പോലെ മുത്തശ്ശി വളർത്തിക്കൊണ്ടുവരികയാണ്. അവന് രാധാകൃഷ്ണൻ എന്ന് പേരിട്ടു, രാധയെന്ന് വിളിച്ചു. കമ്മലും വളയും മാലയും എല്ലാം ഇടിയിച്ച്, പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇടിയിച്ച്, പൊട്ടൊക്കെ തൊടിയിച്ച്, കണ്ണൊക്കെ എഴുതിച്ച് മുത്തശ്ശി കൊണ്ടുകിടന്നു. അപ്പോൾ ഈ കുട്ടി വളർന്നു വരുമ്പോൾ അവൻ ജന്മം കൊണ്ടാണാണ്, പക്ഷേ സ്ത്രൈണ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ സ്ത്രൈണ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവാദമില്ലാത്ത പെൺകുട്ടിയും പുരുഷ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കാത്ത ആൺകുട്ടിയും, ഈ രണ്ട് കാറ്റഗറിക്കും ഭയങ്കരമായ മാനസിക ടെൻഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് അവരായിരിക്കാൻ അനുവാദമില്ല, വേറൊരാളായിട്ട് അവർ ജീവിക്കുന്ന ഒരു ഡമ്മി ജീവിതം. ഇവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ദൂരെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, പക്ഷേ അവരുടേത് ആ സിനിമയിൽ അത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സന്ദേശം കുട്ടിക്ക് കിട്ടുന്നു, നീ ആയിരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ തനതായ സ്വഭാവങ്ങൾ കാണിക്കാൻ അനുവദിക്കാതെ മറ്റു ചിലരെ പോലെയാകാൻ നമ്മൾ കുട്ടികളെ നിരന്തരം ഉപദേശിച്ച് വളർത്താറുണ്ട്. മറ്റൊരാളെ പോലെയാകാം, അയാളെ നോക്കുക, അയാളെ പോലെ അയാളാകും. അപ്പോൾ കുട്ടിക്ക് സ്വന്തം സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാനും സാധിക്കുന്നില്ല, മറ്റു ചിലരെ പോലെ ആകാനും സാധിക്കുന്നില്ല. ആകെ കൺഫ്യൂഷനാണ്. അവൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. ഇവർ വളർന്നു വരുമ്പോഴും ഇവരുടെ ജീവിതത്തെ ഇത് വളരെയധികം മോശമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കോടാനുകോടി മനുഷ്യർ ഭൂമിയിലുണ്ട്, പക്ഷേ ഒരേ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും രണ്ട് മനുഷ്യരുള്ളതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ പറയും ഐഡൻറ്റിക്കൽ ട്വിൻസ്, അത് രൂപത്തിലും ഭാവത്തിലും ഒരുപോലെ ആയിരിക്കും, സ്വഭാവത്തിൽ കൂടി ഒരുപോലെ ആവുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം മറ്റൊരാളുടെ നന്മകൾ കാണുന്നതും അത് കണ്ടെത്തുന്നതും അത് പിന്തുടരുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ വേറൊരാളാകാൻ സാധിക്കില്ല, മറ്റു ചിലരെ പോലെ ആകാൻ നമുക്ക് സാധിക്കില്ല. ഞാനായിരിക്കണം, എൻ്റെ വ്യക്തിത്വം അത് എൻ്റേതായിരിക്കണം, അത് മറ്റൊരാളുടെ വ്യക്തിത്വമായിട്ട് മാറാൻ പറ്റുകയില്ല. അതുപോലെ ചില കുടുംബങ്ങളിൽ ആൾക്കാർ കുഞ്ഞുങ്ങളോട് പറയും, നീ അമ്മാവനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നീ മുത്തച്ഛൻ്റെ തനി പകർപ്പാണ്, ഇങ്ങനെ പറഞ്ഞു വളർത്തുന്നുണ്ട്. അതിൽ ഫാദർ ജോർജ് കണ്ടത്തിലിൻ്റെ എന്താണ് ഈ ഞാൻ എന്നുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അദ്ദേഹം. കൊച്ചുമകൻ ജനിക്കുന്നു. ഈ കൊച്ചുമകനെ കാഴ്ചയിൽ മുത്തച്ഛനെ പോലെ ഉണ്ട്. എല്ലാ ആൾക്കാരും പറയും, നീ മുത്തച്ഛൻ്റെ തനി പകർപ്പാണ്, മുത്തച്ഛനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, മുത്തച്ഛൻ്റെ അതേ സ്വഭാവമാണ്, മുത്തച്ഛൻ്റെ ആ സ്മാർട്ട്നെസ് ഒക്കെ നിനക്കുണ്ട്. അപ്പോൾ ഇവൻ മുത്തച്ഛനെ കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടുണ്ട്. മുത്തച്ഛൻ്റെ കഥകൾ ഇങ്ങനെ കേട്ട് മുത്തച്ഛൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഇത് കേട്ട് ഈ കുഞ്ഞ് വളരുകയാണ്. ഇവൻ വളരെ സമർത്ഥനായിരുന്നു, ഇവൻ വലിയൊരു ബിസിനസ്മാനായിട്ട് മാറുകയാണ്. മുത്തച്ഛനും ഇതുപോലെയായിരുന്നു, മുത്തച്ഛനും അതുപോലെ വളരെ വിജയിയായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ വീണ്ടും ആൾക്കാർ അവന് അംഗീകാരം കൊടുക്കാൻ തുടങ്ങി, നീ മുത്തച്ഛനെ പോലെ തന്നെയാണ്. അങ്ങനെ ഇത് കേട്ട് വളർന്നു വന്നിട്ട് 45-ാമത്തെ വയസ്സിൽ ഈ ആൾക്ക് മാനസിക രോഗം പിടിപെട്ടു, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവൻ കേട്ടിട്ടുള്ള കഥകളിലും സംഭവങ്ങളിലുമെല്ലാം മുത്തച്ഛനും ഇതുപോലെ 45-ാമത്തെ വയസ്സിലൊരു മാനസിക രോഗിയായി മാറുകയും ഹോസ്പിറ്റലിലാക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ കഥാപാത്രവുമായി കുഞ്ഞുനാൾ മുതൽ ഇവനങ്ങ് താതാത്മ്യം പ്രാപിച്ച് വളരുകയാണ്. അപ്പോഴേ ഹോർമോൺ ഉൽപ്പാദനത്തെ പോലും
സ്വാധീനിക്കാൻ കഴിവുള്ള ശക്തമായ ഒരു വിലക്കാണ് അരുത്, നീ ആയിരിക്കരുത്. എനിക്ക് എൻ്റെ സ്വഭാവങ്ങൾ കാണിച്ച് വളരാൻ അനുവാദം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പിന്നൊരു ഡമ്മി ജീവിതമാണ്. ഒരിക്കലും നിങ്ങളുടെ മക്കളെ മറ്റൊരാളാകാൻ നിർബന്ധിക്കുകയോ മറ്റൊരാളാകാൻ ഉപദേശിക്കുകയോ ആണായിരിക്കരുത് പെണ്ണായിരിക്കരുത് എന്നുള്ള സന്ദേശങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ആൺകുട്ടിയെ ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയെ പെൺകുട്ടിയായിട്ടും വളർത്തുക എന്ന് വെച്ച് പെൺകുട്ടിയെ മൂലയ്ക്ക് ഒതുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവളെ നന്നായിട്ട് പഠിപ്പിക്കുക, അവളുടെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാനുള്ള സ്വയം പര്യാപ്തത പെൺകുട്ടിക്കും നേടിക്കൊടുക്കുക. പക്ഷേ ഒരിക്കലും നീ ആയിരിക്കരുത് എന്ന് വിലക്ക് കൊടുക്കരുത്. അവരായി തന്നെ വളരട്ടെ. നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് അന്നത്തെ വിലക്കായിരുന്നു. നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ വിലക്കുകളുടെ കാരണം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വിലക്കുകളുണ്ടോ, നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ അടുത്ത വിലക്കുമായി കാണാം. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഡ്വക്കേറ്റ് രാജു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മുടെ ജീവിതത്തെ മോശമായി ബാധിക്കുന്ന 2-3 വിലക്കുകളെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത വിലക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. അരുത്, വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്. ഡോണ്ട് ഫീൽ. നമ്മൾ ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദുഃഖം ഉള്ളിലൊതുക്കുന്നു ചിലർ. ദേഷ്യം തോന്നിയാൽ മൗനമാകുന്നു ചിലർ യാതൊരു വികാരവും പ്രകടിപ്പിക്കില്ല. ചില വികാരങ്ങൾ മാത്രം പ്രകടിപ്പിക്കുന്നു. ഒരു കോമഡി ഷോ നടക്കുകയാണ്. അതിൻ്റെ മുന്നിൽ ആൾക്കാരിരിപ്പുണ്ട്. സ്റ്റേജിന് മുന്നിലായിട്ട് ഇരിക്കുന്ന ആളുകളിൽ ചിലരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എന്തെല്ലാം തമാശ കേട്ടാലും അവർ ചിരിക്കില്ല, മസിൽ പിടിച്ചിരിക്കും. ചിരിക്കുന്നതെന്തോ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിക്കുമ്പോൾ ചിലർ കരയില്ല. അപ്പോൾ നമ്മൾ അവരെ പറ്റി പറയും, ഓഹ് എന്ത് സ്ട്രോങ് അയാൾ ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിച്ചില്ല. പക്ഷേ സന്തോഷം വരുമ്പോൾ ചിരിക്കാതെയും ദുഃഖം വരുമ്പോൾ കരയാതെയും ഇരിക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഈ വിലക്കിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കാം. വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കാൻ ഒരു വിലക്ക്. വികാര പ്രകടന രീതി കുടുംബങ്ങളിൽ നിന്ന്, അച്ഛനമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നവയാണ്. കാര്യസാധ്യത്തിനായിട്ട് ദേഷ്യപ്പെടുന്ന അച്ഛൻ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കരയുന്ന അമ്മ, ഇത് കണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. കരഞ്ഞാൽ കാര്യം സാധിക്കാം, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാൽ കാര്യം സാധിക്കാം. കുഞ്ഞത് പഠിച്ചെടുക്കുന്നു. എപ്പോഴും ആൺകുട്ടികൾ അച്ഛനെയും പെൺകുട്ടികൾ അമ്മയെയും അനുകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ വികാരങ്ങൾ നമ്മൾ ശീലിപ്പിച്ചതാണ്. ചില കുടുംബങ്ങളിൽ ചില വികാരങ്ങൾ അനുവദനീയമാണ്, ചില വികാരങ്ങൾ നിഷിദ്ധവുമാണ്. പിന്നെ ലിംഗവ്യത്യാസം അനുസരിച്ചും നമ്മൾ ചില വികാരങ്ങളെ അനുവദിക്കുകയും ചില വികാരങ്ങളെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടി ഉറക്കെ ചിരിച്ചാൽ അല്ലെങ്കിൽ അവൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ സാധാരണഗതിയിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, വിലക്കും. പെൺകുട്ടി ഉറക്കെ ചിരിക്കാൻ പാടില്ല, നീ എന്തിനാ ഉറക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്, ഇങ്ങനെ പറഞ്ഞ് കുട്ടിയെ വിലക്കും. അപ്പോൾ സന്തോഷം വരുമ്പോഴാണ് കുട്ടി ചിരിക്കുന്നത്. അപ്പോൾ ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉറക്കെ ചിരിക്കാൻ പാടില്ല എന്ന് അമ്മ പറയുമ്പോൾ കുട്ടി ആ സന്തോഷം ഉള്ളിലൊതുക്കാനായിട്ട് പതുക്കെ ശീലിച്ചു തുടങ്ങും. പിന്നെ എപ്പോഴെങ്കിലും സന്തോഷം വരുമ്പോൾ ഈ വിലക്ക് കുഞ്ഞ് ഓർക്കുകയും അവൾ വാപൊത്തി ആ ചിരി അടയ്ക്കുകയും ചെയ്യും. എന്നാൽ പെൺകുട്ടിക്ക് ഒരു കാര്യത്തിന് അനുവാദമുണ്ട്, ഒരു വികാരം പ്രകടിപ്പിക്കാൻ അനുവാദമുണ്ട്. കരയാം, ഇഷ്ടം പോലെ കരയാം. പെൺകുട്ടിക്ക് അനുവദിച്ചിട്ടുള്ള വികാരം കരച്ചിലാണ്, ദുഃഖമാണ്. എന്നാൽ ഇനി ഒരു ആൺകുട്ടി കരയുകയാണെങ്കിൽ എല്ലാവരും എന്തു പറയും? ഛേ, അവനെ കളിയാക്കും. ഛേ, നീ ഒരു ആൺകുട്ടിയല്ലേ, ആൺകുട്ടികൾ ഇങ്ങനെ കരയാമോ, ആൺകുട്ടികൾ കരയാൻ പാടില്ല. അപ്പോൾ ആൺകുട്ടിക്ക് ദുഃഖം വന്നാൽ അവൻ കരയാൻ പാടില്ല,
അവന് ഉറക്കച്ചിരിക്കാം, സന്തോഷം പ്രകടിപ്പിക്കാം, അവന് ദേഷ്യം പ്രകടിപ്പിക്കാം, അവന് ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ കുഞ്ഞ് അത് സ്വാംശീകരിക്കുകയാണ്. ഇന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കാം, ഇന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്. അപ്പോൾ അവിടെ ഒരു വിലക്ക് കുഞ്ഞിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളിലുമല്ല, ഓരോ കുഞ്ഞുങ്ങളും സ്വാംശീകരിക്കുന്നതനുസരിച്ചാണ്. അപ്പോൾ ഇവൻ വളർന്നു വന്നാലും ഇവൻ്റെ ഉള്ളിൽ അരുത്, വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് എന്നുള്ള വിലക്ക് ശക്തമായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സന്തോഷം വരുമ്പോൾ ചിരിക്കാനും ദുഃഖം വരുമ്പോൾ കരയാനും അവർ മറന്നുപോകുന്നു, അല്ലെങ്കിൽ അവർക്കതിന് അനുവാദമില്ല. ഇനി ഇങ്ങനെ വികാരങ്ങൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം? വികാരങ്ങൾ എന്ന് പറയുന്നത് എനർജിയാണ്. അത് ഉള്ളിൽ, അത് പുറത്തേക്ക് പ്രകടിപ്പിക്കണം, പുറത്തേക്ക് വിടണം. ആ എനർജി ഉള്ളിൽ കെട്ടി നിന്നാൽ, വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ ആ എനർജി ഉള്ളിൽ കെട്ടി നിന്നാൽ ശാരീരിക രോഗങ്ങളായിട്ടത് മാറും. പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് 75% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണ്. മനസ്സിൻ്റെ പ്രശ്നമാണ് ശരീരത്തെ ബാധിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ബന്ധങ്ങളുടെ കെട്ടുറപ്പ് വൈകാരികമായ ബന്ധപ്പെടലിലാണ്. അതിനെതിരെയുള്ള വിലക്ക് കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാക്കും. കുടുംബ ബന്ധം എപ്പോഴും വികാരം കൂടെ അതിനകത്ത് ഉൾപ്പെട്ട്, വാക്കുകൾ മാത്രമല്ല, വാക്കുകളേക്കാൾ പ്രാധാന്യം വികാരത്തിനാണ്. അത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നൊരു വിലക്ക് നമുക്ക് കിട്ടുമ്പോൾ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. വ്യക്തിബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് കാരണമാകും. സന്തോഷമുണ്ടാകുമ്പോൾ പൊട്ടിച്ചിരിക്കാനും ദുഃഖമുണ്ടാകുമ്പോൾ പൊട്ടിക്കരയാനും. നമ്മൾ കുട്ടികൾ വീഴുമ്പോൾ എന്താ പറയുന്നത്? കരയല്ലേ കരയല്ലേ എന്ന് പറയും. പറയണ്ട, ലെറ്റ് ദം ക്രൈ. അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങൾ കരഞ്ഞു തീർക്കട്ടെ. പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ അവരുടെ മരണത്തിൽ മറ്റുള്ളവർ, ആ പ്രിയപ്പെട്ട അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ കരയും. അവരെ വിലക്കണ്ട. അവർ കരഞ്ഞ് 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 അവരുടെ ദുഃഖങ്ങൾ പുറത്തേക്ക് കളയട്ടെ, അവരുടെ ആ എനർജി പുറത്തേക്ക് കളയട്ടെ. അപ്പോൾ കരയാനും ചിരിക്കാനും അനുവാദം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വിലക്കുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചെറിയുക. സന്തോഷമുള്ളപ്പോൾ പൊട്ടിച്ചിരിക്കാനും വേദനയുള്ളപ്പോൾ പൊട്ടിക്കരയാനും ദേഷ്യം പ്രകടിപ്പിക്കാനും ഭയം അതും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ വീണ്ടും ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജു. ഇന്ന് വീണ്ടും ഒരു വിലക്കുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അരുത്, കൊച്ചുകുട്ടിയായിരിക്കരുത്. ഡോണ്ട് ബി എ ചൈൽഡ്. കുടുംബത്തിലെ മൂത്ത കുട്ടികൾ സ്വാംശീകരിച്ചേക്കാവുന്ന ഒരു വിലക്കാണിത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടി ഉണ്ടായിക്കഴിഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് മൂത്ത കുട്ടിയെ കൂടുതൽ താലോലിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു. ഇനി അമ്മ ഉദ്യോഗസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ കുട്ടികളുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനോ അവരെ നോക്കാനോ അസൗകര്യമുണ്ടെങ്കിൽ ഈ മൂത്ത കുട്ടി ഒന്ന് വേഗം വളർന്നിരുന്നെങ്കിൽ അമ്മ അറിയാതെ തന്നെ ആഗ്രഹിച്ചു പോകും. പെൺകുട്ടിയാണെങ്കിൽ അമ്മയെ സഹായിക്കാൻ അവൾ പ്രേരിതയാവുകയും ചെയ്യും. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഈ വീട്ടിലെ മുതിർന്നയാൾ ഞാനാണ്, ഇവരെ നോക്കേണ്ട ചുമതല എനിക്കാണ്. കുട്ടിയും അത് ഉൾക്കൊള്ളുന്നു. അവൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെല്ലാം ഇല്ലാതെയാവുന്നു. അവൻ്റെ കുട്ടിത്വം നഷ്ടപ്പെടുന്നു. അവൻ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയാണ്. കുഞ്ഞുനാൾ മുതലേ മറ്റു സഹോദരങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം, പരിഗണന അവന് കിട്ടുന്നു. അവൻ പതിയെ കൊച്ചുകുട്ടി ആയിരിക്കരുത് എന്ന വിലക്ക് ഉൾക്കൊള്ളുകയാണ്. അത് അവനിൽ ദൃഢമായി വരുന്നു. അതുപോലെ അപൂർവം ചില മാതാപിതാക്കൾക്ക് കുട്ടികളെ ഇഷ്ടമല്ലാത്തവരായിട്ടുണ്ട്. വളരെ അപൂർവമാണ്. അവരുടെ സ്വതന്ത്ര ജീവിതത്തിന് കുട്ടികൾ ഒരു തടസ്സമാകുമെന്ന് കരുതുന്ന മാതാപിതാക്കളുണ്ട്. പഴയതുപോലെ ഭാര്യയ്ക്ക് തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ പറ്റാതെ വരുന്നു. കുട്ടികളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതിലെല്ലാം ആ ഒരു നിസ്സംഗത, ഒരു ബുദ്ധിമുട്ട് അവരുടെ പെരുമാറ്റങ്ങളിലൂടെ കുഞ്ഞിനൊരു സന്ദേശം കിട്ടുകയാണ്. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കും, ഞാൻ പെട്ടെന്ന് വളരണം. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടി അവൻ വളർന്ന് മുതിർന്നു കഴിഞ്ഞാലും ഈ വിലക്കുള്ളിൽ നിന്ന് പോവില്ല. എവിടെ ചെന്നാലും ഇവരെവിടെയും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് നടത്തുകയും ചെയ്യും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക.
അപ്പോൾ ഇവർക്ക് ഒരു വിലക്കും കൂടെ ഇവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അരുത്, സന്തോഷിക്കരുത്, ഡോണ്ട് എൻജോയ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, സ്വയം സന്തോഷിക്കാൻ അനുവാദമില്ല. കൊച്ചുകുട്ടികളുമായി കളികളിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വിലക്ക് സ്വാംശീകരിച്ചിട്ടുണ്ടാവാം. അതുപോലെ ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ച് സമയം പങ്കുവയ്ക്കാനോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പലർക്കും അത് സാധിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിലെ വിലക്കാണ് സന്തോഷിക്കരുത് എന്നുള്ളത്. കുട്ടികളെ വളർത്താനുള്ള തത്രപ്പാടിൽ ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും പരിചരണത്തിന് സമയം കണ്ടെത്തി സ്വന്തം കാര്യങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയാതെ ജീവിതം മുരടിച്ചു പോയ ധാരാളം സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അതുപോലെ പുരുഷന്മാർ ഒരു കുടുംബത്തിലെ മൂത്ത കുട്ടിയായിട്ട് ജനിച്ചു, ബാക്കി കുട്ടികളുടെ എല്ലാം ഉത്തരവാദിത്വം നിറവേറ്റി സ്വന്തം ജീവിതം നോക്കാതെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവിടെയും അവർക്ക് അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. മാതാപിതാക്കൾക്ക് ഈ വിലക്കുണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് പകർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കൊച്ചു കുഞ്ഞ് അവന് സ്വതന്ത്ര ശിശുഭാവത്തോടെ കളിച്ച് രസിക്കേണ്ട പ്രായത്തിൽ അതവൻ കളിച്ച് സന്തോഷിക്കട്ടെ, അവനെ എൻജോയ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വിലക്കായിരുന്നു, അന്നത്തേതായിരുന്നു എന്ന് മനസ്സിലാക്കി അത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സന്തോഷം നമ്മുടെ ജന്മാവകാശമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ രാജി രാജു. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന വിലക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് വീണ്ടും വളരെ ശക്തിയേറിയ ഒരു വിലക്ക് അതുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഈ വിലക്കാണ് അരുത്, ഒന്നും ചെയ്യരുത്, ഡോണ്ട് ഡു എനിത്തിങ്. പ്രവൃത്തികൾ ചെയ്യുന്നതിനെതിരെ ഒരു വിലക്ക്. വളരെ ശക്തമായ, നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വിലക്കാണ്. കുട്ടികൾ എന്തു ചെയ്താലും അതിനെ നിശിതമായി വിമർശിക്കുന്നത് കൊണ്ടോ കുട്ടികൾ ചെയ്യുന്നതെല്ലാം കുറ്റമറ്റതായിരിക്കണമെന്ന് മാതാപിതാക്കൾ ശഠിക്കുന്നത് കൊണ്ടോ സ്വാംശീകരിച്ചേക്കാവുന്ന ഒരു വിലക്കാണ്. കുട്ടികൾ ചെയ്യുന്നതൊക്കെ പെർഫെക്ഷനോടുകൂടി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കുട്ടിയുടെ ബെറ്റർമെന്റിനാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കുട്ടിയെ തളർത്തുകയാണ് ചെയ്യുന്നത്. അവനെ ചില വിലക്കുകൾ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഒരു കൊച്ചു കുഞ്ഞ് ഒരു ചിത്രം വരച്ചുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. അവൻ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ഈ പടം കണ്ടിട്ട് അച്ഛനും അമ്മയും എന്നെ നന്നായിരിക്കുന്നു, മിടുക്കനാണ് അല്ലെ മിടുക്കിയാണ് എന്ന് പറയുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുഞ്ഞു വരുന്നത്. അങ്ങനെ ഓടിയെത്തുമ്പോൾ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരോ പറയാണ്, എന്തായി വരച്ചു വെച്ചേക്കുന്നത്, ഭയങ്കര ബോറായിട്ടുണ്ടല്ലോ, പോയി നല്ലതൊന്ന് വരച്ചുകൊണ്ട് പോവാം എന്ന് പറയുകയോ അല്ല എങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതെ പോയിരുന്ന് പഠിക്കടാ, പഠിക്കേണ്ട സമയത്ത് പടം വരച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ച് അവനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യും. പ്രോത്സാഹനം പ്രതീക്ഷിച്ചു വരുന്ന, സ്നേഹം പ്രതീക്ഷിച്ചു വരുന്ന കുഞ്ഞിന് അത് വളരെ ഒരു ഷോക്കിംഗ് ആയിരിക്കും. അവൻ മിണ്ടാതെ അങ്ങ് പോകും. അവൻ അവിടെ മനസ്സിലൊരു ഇതാണ്, ഞാൻ ഇത്ര നല്ലൊരു പടം വരച്ചിട്ട് അച്ഛനും അമ്മയും അത് കണ്ടില്ലല്ലോ, എന്നെ കുറ്റം പറഞ്ഞല്ലോ. പിന്നെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യുന്നതിന് ഭയമില്ല. ഭയമൊക്കെ പിന്നെ പേരൻസ് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ്. പക്ഷേ ഭയമുള്ളത് മാതാപിതാക്കളുടെ ഉള്ളിലാണ്. കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനത് ചെയ്താൽ ശരിയാവുമോ, അത് ശരിയാണോ, ആ ഉള്ളിലുള്ള മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ഭയം കുഞ്ഞിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞൊരു സന്ദേശം ഉൾക്കൊള്ളും, നീ എന്ത് ചെയ്താലും പ്രശ്നമാണ്, നീ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു സന്ദേശമാണ് പറയാതെ പറയുന്നത്. മാതാപിതാക്കൾ പറയാതെ പറയുന്ന ഒരു സന്ദേശമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവൻ മുന്നിട്ട് ഇറങ്ങുമ്പോഴും അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നും,
ഹേയ് ഞാനത് ചെയ്താൽ ശരിയാവില്ല, പ്രശ്നങ്ങളുണ്ടാകും, ഞാനത് ചെയ്താൽ കുറ്റം കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും, അതുകൊണ്ട് കുഞ്ഞ് ചെയ്യാൻ മടിക്കുന്നു. അപ്പം ഇങ്ങനെ സ്വയം ചെയ്യാനുള്ള കുഞ്ഞിൻ്റെ കഴിവ് കുറഞ്ഞു കുറഞ്ഞു വരും. കുട്ടികൾ എല്ലാ കാര്യങ്ങൾക്കും അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും. കുട്ടികൾ കാര്യങ്ങൾ ചെയ്ത് അതിലെ തെറ്റും ശരിയും മനസ്സിലാക്കി അത് അനുഭവിച്ച് ആണ് കാര്യങ്ങൾ പഠിക്കേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ കുഞ്ഞ് തീയുടെ അടുത്തേക്ക് പോകും, തീയിൽ തൊടും, ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കാൻ കുഞ്ഞ് തീയിൽ തൊടാൻ ശ്രമിക്കും. നമ്മൾ അരുത് പല പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ കുഞ്ഞ് കേൾക്കില്ല, വീണ്ടും അതിലേക്ക് കുഞ്ഞ് കൈകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം കുഞ്ഞത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊള്ളൻ്റെ ആ ചൂട് ഒന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുഞ്ഞിന് മനസ്സിലാകും അത് അപകടമാണ്, അത് കുഴപ്പം പിടിച്ചതാണ്, പിന്നെ കുഞ്ഞത് തൊടുകയേയില്ല. ഇതുപോലെ കുട്ടികൾ കാര്യങ്ങൾ ചെയ്ത് അനുഭവിച്ച് പഠിക്കണം. അവരെ അതിനു മുമ്പ് തന്നെ വിലക്കി ചെയ്യരുത്, അത് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിലക്കുകൾ കൊടുക്കരുത്. ഈ വിലക്കുകൾ അവർ വളരും തോറും ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യരുത് എന്നുള്ള വിലക്ക്. ഇങ്ങനെയുള്ള ആളുകൾ മുതിർന്നാലും അവരെല്ലാത്തിലും ഒരു കാഴ്ചക്കാരായി മാറും. ഒരു കാര്യത്തിനും അവർ മുന്നിട്ടിറങ്ങില്ല, യാതൊരു ഇനിഷ്യേറ്റീവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും എല്ലാം തന്നെ. പക്ഷെ ഇവര് ഒന്നിലും ഇൻവോൾവ് ചെയ്യില്ല. കാര്യം ആ ഭയം അവരുടെ ഉള്ളിലുണ്ട്. കുഞ്ഞുനാളിൽ കിട്ടിയ വിലക്കാണ്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ആളുകൾ എന്നെ കുറ്റപ്പെടുത്തും, ആളുകൾ എന്നെ വിമർശിക്കും, അവരെന്നെ കളിയാക്കും, അതുകൊണ്ട് ചെയ്യാതെ ഇരുന്നേക്കാം. അവരൊഴിഞ്ഞു മാറി പോകും. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് പ്രൊക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കൽ. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് പേടിയാ, വിമർശിക്കുമോ, ആളുകൾ കുറ്റപ്പെടുത്തുമോ, ആളുകൾ കളിയാക്കുമോ. അപ്പോൾ അവർ പതുക്കെ ആ ചെയ്യാനുള്ള കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കുന്നു. തൽക്കാലം രക്ഷപ്പെടാമല്ലോ, വിമർശനങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും തൽക്കാലം രക്ഷപ്പെടാമല്ലോ, നാളെ നീളെ എന്ന പോലെ അവർ ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. ഇതും അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത് നമ്മൾ ഓർക്കും പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നത് മടി കൊണ്ടാണ്. ആക്ച്വലി മടിയല്ല അതിൻ്റെ കാരണം, ഉള്ളിലുള്ള ഭയമാണ്, ആളുകളെ ഭയമാണ്, വിമർശിക്കുമെന്ന ഭയമാണ്. അതുകൊണ്ടാണ് ആളുകൾ ചെയ്യാത്തത്. ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും വരുത്തി വയ്ക്കും. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നാളെ ചെയ്യാമെന്ന് കരുതി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ധാരാളം മോട്ടിവേഷൻ ആവശ്യമുണ്ട്. കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് മോട്ടിവേഷൻ വേണം, പുഷ് വേണം. മറ്റുള്ളവർ എന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ, അതുപോലെ നേതൃത്വ പരിശീലന കളരികൾ. ഇവിടെയൊക്കെ അവർ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതിലെല്ലാം അവർ വിജയിക്കുമ്പോൾ ചുറ്റുമുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെയ്ത് ആ ഒരു അംഗീകാരം അവർക്ക് കിട്ടുന്നു. അപ്പോൾ അവരുടെ ആ പേടി, കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും, ആ പേടികളെല്ലാം അവർ മാറ്റിയെടുക്കുന്നു. അപ്പോൾ അതവർക്കൊരു നല്ല മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. കൊച്ചുകുട്ടികൾക്കും അതുപോലെ നിങ്ങൾ ഈ വിലക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ അവർക്കും ഒത്തിരി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ ഇപ്പോൾ ആളുകൾ നടത്തുന്നുണ്ട്. വെക്കേഷൻ ടൈമിൽ മിക്കവാറും കുട്ടികൾക്ക് വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അവിടെയെല്ലാം നിങ്ങളുടെ കുട്ടികളെ വിടണം. അപ്പോൾ ഇതൊരു വിലക്കായിരുന്നു, ഒന്നും ചെയ്യരുത് എന്നുള്ളതൊരു വിലക്കായിരുന്നു, കുഞ്ഞിനെ കിട്ടിയ വിലക്കാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇത് പൊട്ടിച്ചെറിയാൻ നമുക്ക് സാധിക്കും. കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുക. ആരുടെയും വിമർശനങ്ങളെയോ ആരുടെയും കുറ്റപ്പെടുത്തലുകളെയോ കളിയാക്കലുകളെയോ ഒന്നും മൈൻഡ് ചെയ്യുകയേ വേണ്ട. എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി വിജയം കൈവരിക്കുക. ജീവിതം വിജയിക്കാനുള്ളതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഇത് ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജി രാജു.
എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് പകർച്ച അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ? മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടോ? തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചില ആളുകളെ സംബന്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് തീരുമാനമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതെടുക്കണോ, ഇതെടുക്കണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അത് ശരിയാവുമോ, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരുന്നു. ഇങ്ങനെ കൺഫ്യൂഷൻ വന്ന് അവരുടെ വിലപ്പെട്ട സമയം ധാരാളം ഈ കാര്യത്തിന് വേണ്ടി കളയുന്നു. അവർക്ക് മാത്രമല്ല, അവരെ ചുറ്റും നിൽക്കുന്ന അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നില്ല. ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകാം. അപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഒരു വിലക്കിൻ്റെ അനന്തരഫലമാണ്. അരുത്, ഡോണ്ട് തിങ്ക്. ഇന്ന് ആ വിലക്കിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ചിന്തിക്കുന്നതിനെതിരെ ഒരു ശക്തമായ വിലക്ക്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അവന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അവന് ചിന്തിച്ച് മാറ്റങ്ങൾ വരുത്താം, ജീവിതത്തിൽ പുരോഗതിയിലെത്താം. ഇന്ന് നമ്മൾ കാണുന്ന ഈ പുരോഗതികളൊക്കെ വളരെയേറെ ആളുകളുടെ ചിന്തയുടെയും അവരുടെ തീരുമാനങ്ങളുടെയും ഫലമാണ്. കുട്ടികളുടെ ചിന്താശക്തി നഷ്ടപ്പെടുത്തി കളയണമെന്ന് ഒരു മാതാപിതാക്കൾക്കോ ആഗ്രഹമില്ല. അവരതിനൊന്നും ചെയ്യുകയില്ല. പക്ഷേ പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് കുഞ്ഞ് ഉൾക്കൊള്ളുന്നതാണ് അരുത്, ചിന്തിക്കരുത്. കുട്ടികളുടെ ചിന്തകളും അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ ബാലിശങ്ങളാകാം. മുതിർന്നവരുടെ കാഴ്ചപ്പാടിൽ അത് അർത്ഥശൂന്യങ്ങളുമാകാം. പക്ഷേ അതിൻ്റെ പേരിൽ അവരെ പരിഹസിക്കപ്പെടുമ്പോൾ അവർ പിന്നെ ചിന്തിക്കാൻ തന്നെ ധൈര്യപ്പെടില്ല. ഉദാഹരണത്തിന്, നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി. മുതിർന്നവരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അതിനെപ്പറ്റി. കുഞ്ഞു ഇത് കേൾക്കുന്നുണ്ട്. അവൻ കേട്ടിട്ട് അവൻ്റേതായ ഒരു സൊല്യൂഷൻ, ഇങ്ങനെ ചെയ്താലോ എന്ന് വന്ന് പേരൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ, നീ എന്നടാ കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുന്നു, അപ്പുറത്തെങ്ങാനും പോയി കളിക്കേ, വലിയവരുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടുമ്പോൾ ആ കുഞ്ഞിന് പിന്നെ അത് ചിന്തിക്കാനും അങ്ങനെ ഒരു സൊല്യൂഷൻ പറയാനുമുള്ള അവൻ്റെ ആ ശക്തിയെ നമ്മൾ നശിപ്പിക്കുകയാണ്. കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ, അവരുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ പരിഹസിക്കരുത്, കളിയാക്കരുത്, കുറ്റപ്പെടുത്തരുത്. വേറൊരു കാരണം അമിത ലാളന. അമിത ലാളന എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും മാതാപിതാക്കൾ തയ്യാറാകുന്ന സമയത്ത് അവർക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു. ചിന്തിക്കാനുള്ള അവരുടെ കഴിവ് നഷ്ടമായി പോകുന്നു. ഇപ്പം ചിലർ പറയും, ഇങ്ങോട്ടൊന്നും പറയണ്ട, കുട്ടികളോട് പറയുന്നതാ, ഇങ്ങോട്ടൊന്നും പറയണ്ട, പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി. അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പോലും അവൻ്റെ അഭിപ്രായങ്ങളോ അവൻ്റെ ചിന്തകളോ നമ്മൾ ഉൾക്കൊള്ളുകയില്ല. അതിനെ നമ്മളങ്ങ് ഖണ്ഡിച്ചു കളയും. അപ്പം ഇങ്ങനെ ഈ വിലക്ക് കുഞ്ഞിൻ്റെ ഉള്ളിൽ ചിന്തിക്കരുത്. ഞാൻ ചിന്തിച്ചൊരു കാര്യം പറഞ്ഞാൽ കളിയാക്കപ്പെടാം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ഏൽക്കേണ്ടി വരും. അപ്പം ചിന്തിക്കാതിരുന്നേക്കാം, അമ്മ പറയട്ടെ, അല്ലെങ്കിൽ അച്ഛൻ പറയട്ടെ, അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ പതിയെ പതിയെ കുട്ടി ആ വിലക്ക് സ്വാംശീകരിക്കുന്നു. അവൻ വളരുന്നു, വിലക്ക് ദൃഢമാകുന്നു. സാധാരണഗതിയിൽ കളയേണ്ടതാണ്. ഈ വിലക്ക് ചിലരിൽ ദൃഢമാകുന്നു. ഈ വിലക്ക് നമ്മുടെ ജീവിതത്തിൽ മുതിർന്നതിന് ശേഷവും ഈ പകപ്പും ഈ അന്താളിപ്പും നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ജീവിതത്തിൽ മുന്നേറാൻ ഈ വിലക്കിനെ തിരുത്തേണ്ടതുണ്ട്. ജീവിതം എപ്പോഴും പട്ടുമത്തയാകണമെന്നില്ല. ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നം പരിഹരിക്കലാണ് ഒരു വിധത്തിൽ നമ്മുടെ ജീവിതം തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകാം. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, എന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു പ്രശ്നത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ഓപ്ഷനാണ് എനിക്ക് സ്യൂട്ടബിൾ, അത് ഞാൻ ചിന്തിക്കണം. അപ്പോൾ ചിന്തിച്ച് ഒരുപാട് പരിഹാര മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തും. അതിലേതെങ്കിലും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും.
അപ്പോഴാണ് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കണം. അവർ ചിന്തിക്കട്ടെ, അവരുടെ ചിന്താശക്തി വളരട്ടെ. ചിന്താദാരിദ്ര്യമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് സിസ്റ്റർ ആനിമരിയ, ടിയയുടെ ഏറ്റവും ലീഡറാണ് സിസ്റ്റർ ആനിമരിയ, പലപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസാണ്, ചിന്താദാരിദ്ര്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മുടെ മക്കൾ ചിന്തിച്ചു വളരട്ടെ, അവരുടെ ചിന്താശക്തി വളരട്ടെ. നമ്മൾ ആ വിലക്ക് സ്വാംശീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിലക്കുകളെ കളയുക. അതുപോലെ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു കുടുംബത്തിൽ 4 വ്യക്തികളുണ്ട്. 4 പേർക്ക് 4 അഭിപ്രായങ്ങളും 4 പേർക്ക് 4 തീരുമാനങ്ങളുമാണ്. അപ്പോൾ ഒരു കാര്യത്തിലും ഒരു കോംപ്രമൈസിലെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാം, അത് ക്രോഡീകരിച്ച് ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനം എടുക്കട്ടെ. കുടുംബത്തെ സംബന്ധിച്ചിട്ട് അത് ചിലപ്പോൾ പക്വത കൊണ്ട് മുൻപിലുള്ള ആളാകാം, വിദ്യാഭ്യാസത്തിന് മുമ്പിലുള്ള ആളാകാം. അപ്പോൾ അവരെ അനുവദിക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക, ചിന്തിക്കുക, അഭിപ്രായങ്ങൾ പറയുക, അത് ക്രോഡീകരിച്ചിട്ട് ഒരു തീരുമാനം ഒരാൾ തന്നെ എടുക്കട്ടെ. അങ്ങനെയാണെങ്കിലേ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ വിലക്കുകളെ കണ്ടെത്തുക, തിരിച്ചറിയുക, അതിനെ പൊട്ടിച്ചെറിയുക. ജീവിത വിജയം നിങ്ങളുടേതാണ്. എല്ലാ നന്മകളും തരുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജു. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പകലന്തിയോളം വെള്ളം കോരി ഒടുവിൽ കുടമിട്ടുടയ്ക്കുന്നു. ഒരു പഴമൊഴിയാണിത്. പക്ഷേ ഈ പഴമൊഴി പല ആളുകളെ സംബന്ധിച്ചും അർത്ഥമുള്ളതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ച് ഉറക്കമിളച്ച് പഠിച്ച കുട്ടി, പരീക്ഷാ ദിവസം അവന് പോകാൻ സാധിക്കുന്നില്ല, അസുഖം, പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. ജോലിയിൽ പ്രമോഷൻ വളരെയേറെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഒത്തിരി പ്രയത്നങ്ങളും ചെയ്തു. ഒടുവിൽ ചെറിയ ചെറിയ കൈപ്പിഴവുകളാൽ ആ പ്രമോഷൻ നഷ്ടമാകുന്നു ചിലർക്ക്. പല പല ബിസിനസ്സുകളും സംരംഭങ്ങളും ഏറ്റെടുത്തു, അതിനുവേണ്ടി പരിശ്രമം ചെയ്തു, ഒരുപാട് അധ്വാനിച്ചു. പക്ഷെ അതിലൊന്നും വിജയം കണ്ടെത്താനാകാതെ നിരാശരാകുന്നു ചിലർ. ഇതിലേതെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ശരിയാണെങ്കിൽ നിങ്ങൾ അരുത്, വിജയിക്കരുത് എന്ന വിലക്ക് സ്വാംശീകരിച്ചിട്ടുണ്ടാവാം. ഏറെ കഴിവുകളും പരിശ്രമങ്ങളുമുള്ള പല ആളുകൾ അവരുടെ കഴിവുകളോ പരിശ്രമങ്ങളോ ഫലപ്രാപ്തിയിലെത്താതെ നിരാശരാകുന്നു, പരാജയപ്പെടുന്നു, വിഷമിക്കുന്നു. ഒടുവിലെ സമയദോഷം, തലയിലെഴുത്ത് എന്നൊക്കെ വിശ്വസിച്ച് ആശ്വസിക്കുന്നു. ഈ വിലക്ക്, അരുത്, വിജയിക്കരുത് എന്ന വിലക്കുള്ളവർക്ക് വളരെയധികം മാനസിക സംഘർഷം ഉണ്ടായിരിക്കും, ഉത്കണ്ഠയും അവർക്ക് കൂടും. ഈ മാനസിക സംഘർഷവും ഉത്കണ്ഠയും അവരെ മാരകങ്ങളായ രോഗങ്ങളിലേക്ക് എത്തിച്ചേക്കാം. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ സ്വാംശീകരിച്ച ഒരു വിലക്കാണ് ഇങ്ങനെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നതെന്ന് തിരിച്ചറിയുക. അരുത്, വിജയിക്കരുത്. ഇതിൽ നിന്നുള്ള ഒരു മോചനം നിങ്ങൾക്ക് സാധ്യമാണ്. ആ മോചനം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങളും ആരോഗ്യവും ദീർഘായുസ്സും കൊണ്ടുവരുന്നു. ഇനി ഈ വിലക്കിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കാം. മാതാപിതാക്കളുടെ ശാപവാക്കുകൾ. നീ ഒരിക്കലും നന്നാവില്ല, നീ ഗുണം പിടിക്കില്ല, നീ എന്തു ചെയ്താലും ശരിയാവില്ല, നീ നശിച്ചു പോകും. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലരും നെറ്റിച്ചു വിളിച്ചേക്കാം. മാതാപിതാക്കൾ മക്കളെ ശപിക്കുക ഒരിക്കലുമില്ല. പക്ഷെ പല കുടുംബങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, സ്വരച്ചേർച്ചയില്ലായ്മ, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങളും അവർ തമ്മിലുള്ള വാശിയും ദേഷ്യവും തീർക്കുന്നത് കൊച്ചുകുട്ടികളോടാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള ശാപവാക്കുകളൊക്കെ കുട്ടികൾക്ക് കിട്ടിയേക്കാം. അത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. കുട്ടികൾക്ക് കഴിവില്ല, അവർ നിസ്സഹായരാണ്. മാതാപിതാക്കൾ പറയുന്ന വാക്കുകളും എല്ലാം അവർക്ക് കേൾക്കുകയേ നിവൃത്തിയുള്ളൂ. വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. ഒരു വ്യക്തിയെ വളർത്താനും തളർത്താനും വാക്കുകൾക്ക് കഴിയും. പ്രോത്സാഹനം കൊടുക്കാനും വാക്കുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളയാനും വാക്കുകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക.
പ്രത്യേകിച്ചും നമ്മുടെ കൊച്ചു കുട്ടികളോടുള്ള വാക്കുകൾ. മുതിർന്നവരോട് നമ്മളിങ്ങനെ വളരെ ശാപമായ രീതിയിൽ വാക്കുകളായിട്ട് സംസാരിക്കാറുണ്ട്. അതും ദയവ് ചെയ്ത് ഒഴിവാക്കുക. വാക്കുകൾ അത്ര പവർഫുള്ളാണ്. നല്ല വാക്കുകൾ കേട്ട് നമ്മുടെ കുട്ടികൾ വളരട്ടെ. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം അത് കണ്ട് നമ്മളുടെ മക്കൾ വളരട്ടെ. ഇനി നിങ്ങൾ ഈ വിലക്ക് സ്വാംശീകരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, എനിക്ക് ഈ വിലക്കുണ്ടോ? അത് അന്ന് എൻ്റെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും ഉണ്ടായ വാക്കുകളാണ് എന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. സോ അതിനെ തിരിച്ചറിയുക. എനിക്ക് കഴിവുണ്ട്, ഞാൻ വിജയിക്കും എന്നുള്ള ദൃഢമായ ഒരു വിശ്വാസത്തോടു കൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്കുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാ നന്മകളും നേരുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചാനലിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജി രാജു. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ തിരക്കുള്ള ബിസിനസ്സുകാരനായ ഭർത്താവ്, വീട്ടമ്മയായ ഭാര്യ, കുട്ടികൾ, ജീവിതം സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഈ ഭാര്യയ്ക്ക് തലവേദന ഉണ്ടാവും. തലവേദന ശക്തമാകുന്നതോടുകൂടി ഭർത്താവ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് ഭാര്യയുടെ അടുത്തിരിക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരുന്നുകൾ കൊടുക്കും, നെറ്റിയിൽ ബാം പുരട്ടി തലോടും, ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ ഭർത്താവിൻ്റെ സ്നേഹവും പരിലാളനയും കിട്ടി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവരുടെ അസുഖം മാറി അവർ ആരോഗ്യവതിയായിട്ട് വീട്ടുജോലികളിലേക്കൊക്കെ മാറും. ഭർത്താവ് വീണ്ടും തിരക്കിലേക്ക് മാറും. കുറച്ച് നാൾ വലിയ കുഴപ്പമില്ലാതെ പോവും. വീണ്ടും തലവേദന. ഈ പ്രോസസ്സുകളെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവർ കുറേ ഹോസ്പിറ്റലുകളിൽ പോയി, അതുപോലെ ചെക്കപ്പുകളൊക്കെ ചെയ്തു. ഒരു ഡോക്ടർമാർക്കും ഒരു ഹോസ്പിറ്റലിനും ഇവർക്ക് എന്താ രോഗമെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡോക്ടേഴ്സ് പറയുന്നു ഇവർക്ക് ശാരീരികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും മാനസിക കാരണങ്ങളായിരിക്കാം. അപ്പോൾ ഭർത്താവ് പലയിടത്തും അന്വേഷിച്ചിട്ട് ഒരു വളരെ പ്രശസ്തനായ ഒരു കൗൺസിലറെ സമീപിച്ചു. അദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു കണ്ടെത്തൽ നടത്തി. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഈ സ്ത്രീക്ക് ഇങ്ങനെ തലവേദന വരുമായിരുന്നു. കുഞ്ഞിലെ മാതാപിതാക്കൾ ജോലിക്കാരാണ്. ഈ കുഞ്ഞിന് അസുഖമാകുമ്പോൾ, ഈ തലവേദന വരുമ്പോൾ അച്ഛനോ അമ്മയോ ലീവ് എടുക്കും, കുഞ്ഞിനെ ശുശ്രൂഷിക്കും. കുഞ്ഞിന് വേണ്ട സ്നേഹവും ലാളനയും എല്ലാം കൊടുത്ത് അതിനെ കാര്യമായിട്ട് പരിചരിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അസുഖം മാറി വീണ്ടും മിടുക്കിയായിട്ട് സ്കൂളിൽ പോവുകയും ഒക്കെ ചെയ്യും. ഇത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു സന്ദേശമാണ്, അരുത്, ആരോഗ്യവതിയായിരിക്കരുത്. രോഗമായിരുന്നാൽ നിനക്ക് അച്ഛനമ്മമാരുടെ ശ്രദ്ധയും സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടും. ആരോഗ്യവതിയായിരുന്നാൽ അത് കിട്ടില്ലല്ലോ. പിന്നീട് അതൊരു പാറ്റേണായി മാറുകയാണ്. ഇവരും അങ്ങനെ തന്നെയായിരുന്നു. ഈ പാറ്റേൺ തുടരുന്നു. വിവാഹശേഷവും മുതിർന്നതിന് ശേഷവും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ ഈ പാറ്റേൺ തന്നെ സ്വീകരിക്കുകയാണ്. രോഗിയായിട്ടിരുന്ന് ശ്രദ്ധയും സ്നേഹവും പിടിച്ചു പറ്റുക. നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള കുറേ ആളുകളുണ്ട്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. ശ്രദ്ധയും കരുതലും സ്നേഹവും കിട്ടാൻ വേണ്ടി രോഗിയാവുന്ന കുറേ ആളുകൾ. രോഗം യാഥാർത്ഥ്യമല്ലെന്നോ ഇവർ അഭിനയിക്കുകയാണെന്നോ അല്ല പറഞ്ഞത്. ശരീരം മനസ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുകയാണ്. മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ് ശാരീരിക രോഗങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. പിന്നെ കുഞ്ഞുനാൾ മുതലേ രോഗിയാണ്. ചില കുട്ടികളെ പറ്റി മാതാപിതാക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയും, ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് ഇവന് രോഗമാണ്, ഇവനൊരു അസുഖക്കാരനാണ്, ഇവൻ എപ്പോഴും അസുഖമാണ്, ആരോഗ്യമില്ല. ഇങ്ങനെ വീണ്ടും 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 പറയുമ്പോൾ സ്ഥായിയായ ചില ധാരണകൾ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉറക്കുകയാണ്. പിന്നെ അതൊരു പാറ്റേണായി, ഒരു ശീലമായിട്ട് മാറുന്നു. പിന്നെ അംഗീകാരത്തിനും സ്നേഹത്തിനും വേണ്ടി, കരുതലിനും ശ്രദ്ധയ്ക്കും വേണ്ടി
അവനിത് ഉപയോഗിക്കും. ഭ്രാന്ത് പാരമ്പര്യ രോഗമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. കുടുംബത്തിൽ ഒരാൾ മാനസിക രോഗിയാണെങ്കിൽ ആളുകൾ അടക്കം പറഞ്ഞു തുടങ്ങും, ഇനി ഇവനും എന്നാണ് ആവും. പതിയെ പതിയെ വൈകാരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ ആളും ചിന്തിക്കുന്നു, ഞാനും മാനസിക രോഗിയാവുകയാണോ. പതിയെ 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 ആ ചിന്തകൾ അയാളെ മാനസിക രോഗത്തിലേക്ക് എത്തിക്കും. ഇത് വളരെ വ്യക്തമായിട്ടൊരു സിനിമയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ്, ഒരു പഴയ സിനിമയാണ്, തനിയാവർത്തനം. അതിനകത്തൊരു വലിയ തറവാട്ടിലെ ഒരു കാരണവർക്ക് മാനസിക രോഗം. അയാളെ ചങ്ങലക്കിട്ടൊരു വലിയ മുറിയിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചുകുട്ടി ഇത് കണ്ടാണ് വളരുന്നത്. ആളുകളൊക്കെ കാണാൻ വരുമ്പോൾ അടക്കം പറയും, ഇവനിനി എന്നാണോ. പതിയെ 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 മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും, വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവനും ചിന്തിക്കാൻ തുടങ്ങി, എനിക്കും രോഗമാണോ, ഞാനും കാരണവരെ പോലെ ആകുമോ. പതിയെ 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 ഇവനും ഒരു മാനസിക രോഗിയായി മാറുകയും അടുത്ത മുറിയിൽ ചങ്ങലകൾ ബന്ധിതനായി ഇവനും വരുന്നു. ആ സിനിമയാണ് തനിയാവർത്തനം. നിങ്ങൾ കണ്ടു നോക്കുക. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ശരീരത്തിനൊരു അസുഖം വന്നാൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും, ഏറ്റവും നല്ല ഡോക്ടറെ കാണും, മരുന്നെടുക്കും, അത് ചികിത്സിച്ച് മാറ്റും. ചിലരാണെങ്കിൽ ചെറിയ രോഗം വന്നാൽ പോലും സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന്. പക്ഷെ മനസ്സിനൊരു പ്രശ്നമുണ്ട്, ഒരു മാനസിക പ്രശ്നം വന്നാൽ അത് ആളുകൾ ഒതുക്കിക്കളയും. ഒരു ഡോക്ടറെ കാണാനോ, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനോ, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനോ, ഈവൻ ഒരു കൗൺസിലറെ കാണാൻ പോലും പോകാൻ ആളുകൾക്ക് മടിയാണ്. കാരണം ഞാൻ മാനസിക രോഗിയാണ്, എനിക്ക് പ്രശ്നമുണ്ടെന്ന് ആളുകൾ അറിയില്ലേ. യഥാർത്ഥത്തിൽ ഈ ധാരണ തിരുത്തേണ്ട സമയം കഴിഞ്ഞു. ശരീരത്തിന് രോഗമുണ്ട്, നമ്മൾ ചികിത്സിക്കുന്നത് പോലെ തന്നെ മനസ്സിനൊരു രോഗമുണ്ടെങ്കിലും ചികിത്സ തേടേണ്ടതാണ്. ശരീരവും മനസ്സും തമ്മിൽ ഒന്നിച്ച് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു പടി മുന്നിലാണ് മനസ്സെന്ന് ഞാൻ പറയും. ശരീരം ഡൗൺ ആയാലും നമ്മുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ സ്റ്റീഫൻ ഹോക്കിൻസ്, ഈയിടെ അന്തരിച്ച ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ശരീരം എല്ലാം പ്രശ്നങ്ങളാണ്. ഒരു ചക്ര കസേരയിൽ ഇങ്ങനെ ഒരു രൂപമായിട്ട് ഇരുത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നു. അപ്പം മനസ്സല്ലേ ഒരു പടി മുന്നിൽ, മനസ്സിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ രോഗിയായിരുന്ന അംഗീകാരവും സ്നേഹവും ശ്രദ്ധയും നേടുന്നതിന് പകരം ആരോഗ്യവാൻ അഥവാ ആരോഗ്യവതിയായിരുന്ന ശ്രദ്ധയും സ്നേഹവും അംഗീകാരം നേടുവാൻ ശ്രമിക്കുക. നമ്മളുടെ കുട്ടികൾക്ക് രോഗമാകുന്നത് വരെ അവരെ സ്നേഹിക്കാൻ കാത്തു നിൽക്കാതെ, അവരെ ശ്രദ്ധിക്കാൻ കാത്തു നിൽക്കാതെ, ആരോഗ്യവാനായി ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടത്ര സ്നേഹവും പരിചരണവും കൊടുക്കുക. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജു. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പരിധിക്കപ്പുറം ശാരീരികമായ അടുപ്പം കാണിക്കാൻ കഴിയാത്ത ചിലരുണ്ട്. അതുപോലെ തന്നെ വൈകാരികമായ അടുപ്പം ആരുമായിട്ടും പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ചിലർക്ക് സ്വന്തം മക്കളെ പോലും സ്പർശിക്കാൻ മനസ്സനുവദിക്കില്ല. ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകുന്നുണ്ട്. പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇത്തരം ആളുകളെ നമ്മൾ സ്നേഹശൂന്യരെന്നും ഹൃദയമില്ലാത്തവരെന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് ആരും കാണുന്നില്ല. കുഞ്ഞിലേ കിട്ടിയ ഒരു വിലക്കിൻ്റെ അനന്തരഫലമാണത്. അരുത്, അധികം ആരോടും അടുക്കരുത്. ഡോണ്ട് ബി ക്ലോസ്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വിലക്കുള്ളത് വളരെ വേദനാജനകമാണ്. നല്ല സൗഹൃദ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഇവരുടെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം ഇതൊന്നും അത്ര സന്തോഷപ്രദമായിരിക്കില്ല. മനസ്സിൻ്റെ ഈ കടുംപിടുത്തം ചിലരുടെ ശരീരത്തെയും ബാധിക്കും. ഇവരിൽ ചിലർക്ക് എന്നും എന്തെങ്കിലും ത്വക്ക് രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കും. തൊലിപ്പുറത്ത് എന്തെങ്കിലും അസുഖം. എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് മാറാതെ ഇങ്ങനെ ഇവരുടെ കൂടെ തന്നെയുണ്ട്. ആ മനസ്സിൻ്റെ കടുംപിടുത്തമാണ് ഇത് ശരീരത്തിലേക്ക് കാണിക്കുന്നത്.
മറ്റുള്ളവരുമായിട്ടുള്ള ശാരീരിക അടുപ്പം ഒഴിവാക്കാൻ മനസ്സ് കണ്ടെത്തിയ തന്ത്രമാണ് ഈ ത്വക്ക് രോഗം. അപ്പോൾ അവരെന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാകാം. ഇനി ഈ വിലക്കിൻ്റെ അരുത്, അധികം അടുക്കരുത് എന്ന വിലക്കിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആദ്യ സ്പർശനങ്ങളിലൂടെ കുഞ്ഞിന് ഒരടിസ്ഥാന വിശ്വാസം ഉണ്ടാകുന്നു, ഒരു ബേസിക് ട്രസ്റ്റ്. പിന്നീട് അമ്മയുടെ ആ സ്നേഹത്തിലും ആ ലാളനയിലും അവൻ്റെ ഭയങ്ങളൊക്കെ അവനെ വിട്ടുമാറുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അമ്മയുടെ അഭാവം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ കുഞ്ഞിനെ വിട്ടു നിൽക്കേണ്ടതായ ഒരു സാഹചര്യം വന്നാൽ കുഞ്ഞിൻ്റെ മനസ്സിലത് വലിയൊരു ഷോക്കായിരിക്കും. അപ്പോൾ അവൻ മനസ്സിലൊരു സന്ദേശം ഉൾക്കൊള്ളുകയാണ്, ആരോടും അധികം അടുക്കണ്ട, അടുത്തിട്ട് പിന്നീട് അകന്നാൽ അത് വളരെ വേദന ഉണ്ടാക്കും, അതുകൊണ്ട് അധികം ആരോടും അടുക്കാതിരിക്കാം. അവൻ ഡോൺ ബി ക്ലോസ് എന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടു. അവൻ വളരുന്നതോടൊപ്പം ഈ വിലക്കും ദൃഢമായി വരുന്നു. അവൻ്റെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നെല്ലാം അവനൊരു തരം നിസ്സംഗതയാണ്, ഒരു ബുദ്ധിമുട്ട് അവൻ അനുഭവപ്പെടുന്നു. ഈ വിലക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ, അതുപോലെ ദാമ്പത്യ ബന്ധം, കുടുംബ ബന്ധം ഇതൊക്കെ മനോഹരമാവുകയുള്ളൂ. ദാമ്പത്യ ബന്ധത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ശാരീരികമായ അടുപ്പത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ വിലക്ക് മാറ്റിയാലേ അത് സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളും തമ്മിലും ഉള്ള ആ സ്നേഹം, അത് ശാരീരികവും മാനസികവുമായ തലത്തിലാണ് നടക്കുന്നത്. അവിടെയും സ്നേഹം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മൾ രണ്ടാളുകൾ പരസ്പരം കാണുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, പുറത്തൊന്ന് തലോടുന്നു, ഒന്ന് പുറത്തൊന്ന് കൊട്ടുന്നു. ഇതൊക്കെ ആ മനസ്സിലുള്ള സ്നേഹത്തിൻ്റെ പുറത്തേക്കുള്ള പ്രതിഫലനമാണ്. ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഷെയ്ക്ക് ഹാൻഡും ഹഗ്ഗിങ്ങും ഒക്കെ അലൗ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രശസ്തയായ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം നിരർത്ഥകമാണ്. പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യവുമാണ്. അപ്പം നിങ്ങളുടെ സ്നേഹം അത് പ്രകടിപ്പിക്കുക. മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സുഖസൗകര്യങ്ങൾ നൽകുന്നതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കുക. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനും നല്ലതാണ് മറ്റുള്ളവർക്ക്. ഇങ്ങനെ ഈ വിലക്കുള്ളവർ കൂടുതൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് അടുത്തിടപഴകുക, ശാരീരികമായിട്ട് അവരുമായിട്ടൊരു ടച്ച്, ഒരു സ്പർശനം, നല്ല ഒരു നോട്ടം, നിറഞ്ഞ പുഞ്ചിരി, ഒരു തലോടൽ, ഇത്രയുമാകട്ടെ. എക്സ്പ്രസ് യുവർ ലവ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു സോ മച്ച്.